ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മെയിനായിട്ട് 3 ക്യാഷ് ഫ്ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന് മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യാറ്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അതിൽ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രൊഫോമ രീതിയിൽ ചെയ്ത് നമ്മൾ 2-3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനേക്കാൾ ഇത്തിരി ചേഞ്ചസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. നമ്മളോട് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് മെത്തേഡാണ്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ്, അതിൽ ക്യാഷ് ക്രെഡിറ്റ് സെപ്പറേറ്റ് തന്നിരിക്കുന്നു. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസിലെ പേർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാഷും ക്രെഡിറ്റും സെപ്പറേറ്റ് തന്നിരിക്കുന്നു. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ് പ്രൊവിഷൻ ഫോർ ടാക്സ്, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതായത് 1/1/2015 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആയിരിക്കും, 31/12/2015 എന്ന് പറയുന്നത് ക്ലോസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെയും തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വേജസും തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ ഇതിൻ്റെ പ്രൊഫോമ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ടായിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യനിൽ നമുക്ക് അഡീഷണൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ നോട്ട് തന്നിരുന്നു. അതായത് മെയിനായിട്ട് 3 അക്കൗണ്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് അതുപോലത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വരായിട്ട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലൊന്നും അത് ഉപയോഗിച്ചില്ല. കാരണം ഇതിനെക്കുറിച്ച് യാതൊരു അഡീഷണൽ ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഡെപ്റ്റേഴ്സിനെ കുറിച്ചും ക്രെഡിറ്റേഴ്സിനെ കുറിച്ചും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് വരച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം? അക്കൗണ്ട്സ്, സെപ്പറേറ്റ് അക്കൗണ്ട്സ്, സബ്സിഡറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റംസ് ഒക്കെ നോക്കാം. എല്ലാതും അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നെറ്റ് സെയിൽസ് നമുക്ക് ആവശ്യമുണ്ട്, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ആവശ്യം വരും. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അത് നമ്മുടെ എന്തല്ല, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് അസറ്റ് വാങ്ങലോ വിൽക്കലോ ഒന്നല്ല, പ്രൊഡക്ഷൻ നടത്തി കച്ചവടം നടത്തലാണ്. അപ്പോൾ അതൊരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, അപ്പോൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ പെർച്ചേസ്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ആവശ്യമുള്ള ഒരു സംഭവമാണ്, അത് എടുക്കണം. വേജസ്, അതും നമുക്ക് ഓപ്പറേഷൻ ആവശ്യമുള്ളതാണ്. കാരണം ശമ്പളം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് എംപ്ലോയീസ് ഒന്നും വർക്കിന് വരില്ല. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇന്നലെ പഠിച്ചു. പ്രൊവിഷൻ ഫോർ ടാക്സും എല്ലാ പ്രൊവിഷൻസും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സെയിൽസ് എടുക്കണം, പർച്ചേസ് എടുക്കണം, വേജസ് എടുക്കണം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എടുക്കണം, സെല്ലിംഗ് എക്സ്പെൻസസ് എടുക്കണം നമ്മൾ പ്രൊഫോമ വരയ്ക്കുമ്പോൾ. അത് കൂടാതെ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? 4 അക്കൗണ്ട്സുകളാണ് വരയ്ക്കേണ്ടതായിട്ട് വരിക. കാരണം 4 അഡീഷണൽ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്: ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, വേജസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്തോണ്ട് നമുക്ക് നേരെ പ്രൊഫോമ പ്രകാരം കാൽക്കുലേഷൻ നടത്താം. പക്ഷേ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ അഡീഷണൽ ഇൻഫർമേഷൻ്റെ സബ്സിഡറി അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ നമുക്ക് പ്രൊഫോമ വരയ്ക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടതായിട്ട്, ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് വരിക. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഡെപ്റ്റേഴ്സും എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതാം ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 30,000 തന്നിട്ടുണ്ട്, 30,000 എഴുതാം. ദെൻ ക്രെഡിറ്റ് സൈഡിലെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 20,000 എഴുതണം. അതാണ് നമ്മുടെ ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് 20,000.
പിന്നെ ഇതിലെന്താ വരിക, നമ്മൾ ഡെപ്റ്റേഴ്സ് എപ്പോഴാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് വരിക, നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണ് നമുക്ക് ഡെപ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ ക്രെഡിറ്റ് സെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 2 സെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് സെയിലും പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിലും പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ വേറെ ഒരിടത്തിലും വരില്ല, കാരണം ക്യാഷ് സെയിൽ നമുക്ക് വേറെ ഇതിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരില്ല. അത് നമുക്ക് നേരിട്ടിട്ട് നമ്മുടെ പ്രൊഫോമയിൽ എഴുതാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇവിടെ ഏതാ വരിക, ഡെപ്റ്റേഴ്സ് വരണമെങ്കിൽ എന്തുണ്ടാവണം, ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവണം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവണം. നമുക്കത് ഏത് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവുമ്പോൾ ഡെപ്റ്റേഴ്സ് കൂടാണോ ചെയ്യുക കുറയാണോ ചെയ്യുക, നമ്മൾ വീണ്ടും ക്രെഡിറ്റിന് സെയിൽസ് നടത്തുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടാണ് ചെയ്യാം. എല്ലാ ഡെപ്റ്റേഴ്സിനും ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഡെപ്റ്റേഴ്സ് കൂട്ടണമെങ്കിൽ വീണ്ടും ഡെബിറ്റ് തന്നെ ചെയ്യണം, കുറയ്ക്കണമെങ്കിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് സെയിൽ നടത്തിയത് കൊണ്ട് നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടി. ഡെപ്റ്റേഴ്സ് കൂടണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നിന്ന് എഴുതണം ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 80,000 എഴുതി. ദെൻ വേറെ ഐറ്റംസ് ഒന്നുമില്ല. ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. എവിടെയാണ് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞു ഡെപ്റ്റേഴ്സ് കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് കുറയുക, നമുക്ക് ഡെപ്റ്റേഴ്സ് ഒക്കെ ക്യാഷ് തിരിച്ചു തരുമ്പോഴാണ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുക. അപ്പോൾ അവിടെ നിന്ന് എഴുതണം റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതാം, എമൗണ്ട് 90,000. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. ആദ്യം ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്യുക, പിന്നെ ക്രെഡിറ്റ് സെയിൽ പോസ്റ്റ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ആയിരിക്കും നമ്മൾ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടുക. നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ പ്രൊഫോമ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ ക്യാഷ് സെയിൽ എഴുതും, ദെൻ ബി എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് എഴുതാറ്. അത് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിന് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഐറ്റം കിട്ടി, റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 90,000. അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരിക ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. കാരണം അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് കറന്റ് ലയബിലിറ്റി ആണ്. എല്ലാ കറന്റ് ലയബിലിറ്റികൾക്കും എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എത്ര എഴുതാം, 12,000 എഴുതാം. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് എമൗണ്ട് ആയ 15,000 എഴുതി. നമ്മൾ നേരത്തെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ പറഞ്ഞതുപോലെ ഇവിടെ എന്താ വരിക, ക്രെഡിറ്റ് പർച്ചേസ് ആണ് വരിക. നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരിക. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, ക്രെഡിറ്റ് പർച്ചേസ് ആണ് എഴുതേണ്ടത്. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് കൂടും. നമ്മൾ വീണ്ടും കടത്തിന് സാധനങ്ങൾ വാങ്ങാണ്, അപ്പോൾ നമുക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയത് കൊണ്ട് നമ്മുടെ സെയിൽസ് കൂടി, നമ്മുടെ ക്രെഡിറ്റേഴ്സ് കൂടി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതണം, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 30,000 എഴുതണം. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ് 30,000 എഴുതി. ദെൻ ഇനി വേറെ ഐറ്റംസ് ഒന്നുമില്ല. ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അതായത് എല്ലാ ക്രെഡിറ്റേഴ്സിനും കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നതിൻ്റെ അർത്ഥം എന്താണ്, അത് ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് കുറയുക, നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് പേയ്മെൻറ്റ് കുറച്ച് നടത്തുമ്പോൾ. എത്രയാണ് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത്, 27,000 ആണ് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നേരെ നിന്ന് എഴുതാം, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എഴുതാം. അതായത് നേരത്തെ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ബാലൻസ് ഫിഗർ 27,000 കിട്ടി. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊഫോമ പഠിച്ചപ്പോൾ ക്യാഷ് പർച്ചേസ് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ചെയ്തിട്ടില്ല, പക്ഷേ പ്രൊഫോമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ടും കഴിഞ്ഞു. അടുത്ത് നമുക്ക് എന്താ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, കാൽക്കുലേഷൻ ഓഫ് വേജസ് പെയ്ഡ്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കണം, അക്കൗണ്ട്സുകൾ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതാം കാൽക്കുലേഷൻ ഓഫ് വേജസ് പെയ്ഡ് എന്ന് എഴുതാം. വേജസ് ഇൻ ദ P&L അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേജസ് ആദ്യം എടുത്തെഴുതുക. എത്രയാണ് തന്നിരിക്കുന്നത്, 6,000 ആണ് തന്നിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്താ തന്നിരിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് വേജസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, പക്ഷേ എന്ത് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കുക,
നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിടക്കുന്നുണ്ട് വേജസിന്റെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് വന്നാലും ഔട്ട്സ്റ്റാൻഡിങ് ആയിക്കോട്ടെ പ്രീപെയ്ഡ് ആയിക്കോട്ടെ എന്ത് വന്നാലും നമ്മളത് കൺസിഡർ ചെയ്യണ്ട എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് വേജസിന്റെ എമൗണ്ട് എത്ര തന്നെ ഉപയോഗിച്ച 6000 ഉള്ളിൽ കിടക്കുന്ന ഫിഗർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള പുറത്തേക്ക് എടുത്ത് എഴുതുന്ന എമൗണ്ട് നമ്മൾ ഉപയോഗിക്കില്ല. കാരണം സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് 6000 ഉണ്ട്, പുറത്ത് 8000 ആണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ 8000 എടുക്കണ്ട, അഡ്ജസ്റ്റ്മെന്റിന് മുമ്പുള്ള എമൗണ്ടേ എടുക്കണ്ടോ. കാരണം അത് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലാണ്, അത് ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വേജസ് ഇൻ ദ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ കിടക്കുന്ന 6000 ആണ് എടുക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആണ്. നമ്മൾ അന്ന് പ്രൊഫോമ പ്രകാരം പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെൻസിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്ങും പ്രീപെയ്ഡ് അറ്റ് ദ എൻഡും ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡും പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ്ങും ലെസ് ചെയ്യുക. അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്ങും പ്രീപെയ്ഡ് അറ്റ് ദ എൻഡും ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡും പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ്ങും ലെസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അറ്റ് ദി എൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എഴുതാം ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. എത്രയാണ്? 2000 ആണ്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 4000 ആണ് കിട്ടുക. ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട എമൗണ്ട്. വേജസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉപയോഗിക്കാൻ പാടുള്ളൂ? 4000 ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് നമ്മൾ ആക്ച്വൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേജസ് കണ്ടുപിടിച്ചു. ഇനി അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തുകൂടി തന്നിട്ടുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഗിവൺ ഇൻ ദ P&L അക്കൗണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 20,000 ആണ് തന്നിരിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വരിക? അറ്റ് ദി എൻഡ് ആഡ് ചെയ്യുക, അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യുക. അപ്പോൾ എഴുതാം ആഡ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡ്. എത്രയാണ്? 1000 ആൻഡ് ലെസ് പ്രീപെയ്ഡ് അറ്റ് ദി ഇൻ ദ ബിഗിനിങ് 500. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ബിഗിനിങ് ആഡ് ചെയ്യുക, എൻഡ് ലെസ് ചെയ്യുക. പ്രീപെയ്ഡ് ആണെങ്കിൽ എൻഡ് ആഡ് ചെയ്യുക, ബിഗിനിങ് ലെസ് ചെയ്യുക. ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് വരിക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ബിഗിനിങ് ആഡ് ചെയ്യുക, എൻഡ് ലെസ് ചെയ്യുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡിന് വരിക. അപ്പോൾ എഴുതുക ആഡ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡും ലെസ് പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ്ങും. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 20,500 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുക. ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 20,500 ആണ് എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പം അതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിലെ 4 ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ആ 4 ഇൻഫർമേഷൻ്റെയും സബ്സിഡറി അക്കൗണ്ട്സുകൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ ചെയ്തോളം നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഫോമ പ്രകാരം സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് എത്രയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വരാൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് എഴുതാം. അതിൽ എന്ത് എഴുതാം? നമ്മൾ എഴുതാറ് ക്യാഷ് സെയിൽസ് ആണ് എഴുതാറ്. ക്വസ്റ്റ്യന് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 30,000. അത് എഴുതി. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എഴുതാറ് റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. സാധാരണ ഇത് ഒറ്റ ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എഴുതാം 90,000. പിന്നെ നമുക്ക് റോയൽറ്റി ഫീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് ഒന്നുമില്ല. ഇപ്പോൾ ഈ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,20,000 ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് കിട്ടുക. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് എഴുതാം. അതിൽ ആദ്യത്തെ ഐറ്റം ക്യാഷ് പർച്ചേസ് ആണ്. അതും നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 25,000 തന്നിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് അതും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എമൗണ്ട് ഈസ് 27,000. അപ്പോൾ അത് നമ്മൾ എഴുതി 27,000 എഴുതി. പിന്നെ വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. വേജസും വരും. വേജസ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ആ എമൗണ്ട് ആണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് 4,000.
അടുത്തത് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ് വരിക. അതും നമ്മൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. 20,500 അത് എഴുതാം. പിന്നെ വരുന്നത് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ എത്രയാണ്, പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും തരാത്തത് കൊണ്ട് സ്റ്റേറ്റ്മെന്റിൽ അതേ എമൗണ്ട് തന്നെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് 10,000. പിന്നെ റിട്ടേൺ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇന്നലെ തിയറിയിൽ പഠിച്ചു. അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത്രയ്ക്ക് ക്യാഷ് പേയ്മെൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ 5 ഐറ്റംസ് വരും. അത് 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 86,500 കിട്ടും. അപ്പോൾ റെസിപ്റ്റ് ആയിട്ട് 1,20,000 ഉണ്ട്, പേയ്മെൻ്റ് ആയിട്ട് 86,500 ഉണ്ട്. ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഡിഫറൻസ് എമൗണ്ട് ആയ 33,500 കിട്ടും. അപ്പം ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ഇൻകം ടാക്സ് പേയ്മെൻ്റ് ഒന്നും പറയാത്തത് കൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുമായിട്ട് വരിക. ദാറ്റ് ഈസ് 33,500. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നാൽ നമ്മുടെ പ്രോബ്ലം ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏതിൻ്റെയൊക്കെയാണോ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാം സബ്സിഡറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ സാലറി, റെൻ്റ്, ഡിപ്രീസിയേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗ്രോസ് പ്രോഫിറ്റ് അത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന ഓരോ ഐറ്റംസും നമുക്ക് എഴുതിയെടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ആവശ്യമുള്ളൂ? ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമില്ല, പർച്ചേസ് ആവശ്യം വരും, ഗ്രോസ് പ്രോഫിറ്റ് ആവശ്യമില്ല, സാലറി വേണം, റെൻറ്റ് വേണം, ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കരുതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, നെറ്റ് പ്രോഫിറ്റ് ആവശ്യമില്ല, സെയിൽസ് ആവശ്യമില്ല, സെയിൽസ് ആവശ്യമുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ആവശ്യമില്ല, ഗ്രോസ് പ്രോഫിറ്റ് ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണെങ്കിൽ ടിക്കഡ് പർച്ചേസ് വരും, സാലറി, റെൻറ്റ്, സെയിൽസ്, ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ പോസ് ചെയ്തിട്ട് തെറ്റിക്കാണ്ട് എല്ലാ ഫിഗേഴ്സും എടുത്തെഴുതാം. ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, അത് നമുക്ക് നോക്കാം. ഇനി നേരത്തെ പോലെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും എമൗണ്ടുകൾ തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അതുപോലെ സാലറിയും റെൻറ്റും, സാലറി ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് റെൻറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 അഡീഷണൽ ഇൻഫർമേഷൻ തന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 4 അക്കൗണ്ട്സ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്കത് പ്രകാരം നമുക്ക് ഓരോ അക്കൗണ്ട്സ് 1 by 1 ആയിട്ട് വരയ്ക്കാം. ആദ്യം നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് ആയതുകൊണ്ട് ഓപ്പണിങ് ഡെബിൾ ബാലൻസ് ആണ്, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000 എന്ന് എഴുതി. ദെൻ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 56,000 എന്ന് എഴുതി. ദെൻ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് സെയിൽ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിലാണ്. ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ രണ്ടും സെപ്പറേറ്റ് തന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ക്യാഷും അല്ല ക്രെഡിറ്റും അല്ല അതൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ എന്താ അസ്യൂം ചെയ്തു? ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തുണ്ടാവും? ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽ ഉണ്ടായാലേ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിലെ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സെയിൽസിനെ കുറിച്ച്, ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ അസംഷൻ നടത്തണം? ടോട്ടൽ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് അസംഷൻ നടത്തണം. പക്ഷെ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ക്യാഷ് സെയിൽസിനെ കുറിച്ച് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ഡെപ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊരു ഇൻഫർമേഷനും തന്നിട്ടില്ല. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മൊത്തം അത് എന്തായിട്ട് അസ്യൂം ചെയ്തു? ക്യാഷ് സെയിലാണെന്ന് അസ്യൂം ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. സെയിൽസിനെ കുറിച്ച്, ക്യാഷ് ക്രെഡിറ്റ് സെയിൽസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്തു എൻറ്റയർ സെയിൽസ് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് എന്നാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എമൗണ്ട് എഴുതണം 4,80,000. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് കൂടാണ് ചെയ്യുക. നമുക്ക് വീണ്ടും ബാധ്യത കൂടുന്നു. നമുക്ക് ഇനിയും കാശ് തരുന്ന ആൾക്കാർ കൂടി. ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള ഡെപ്റ്റേഴ്സ് കൂട്ടണമെങ്കിൽ ഏത് സൈഡിലാണ് വരേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആയ 4,80,000 എഴുതി.
ഇനി വേറെ ഒന്നുമില്ല, ബാലൻസ് ഫിഗർ കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ഡെപ്റ്റേഴ്സ് അത്രയ്ക്ക് കുറഞ്ഞു. ഡെപ്റ്റേഴ്സ് കുറയണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പേര് എന്താണ്? റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ബാലൻസിങ് ഫിഗർ 4,64,000 എഴുതി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്രെഡിറ്റ് സൈഡും പോസ്റ്റ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ലൈബിലിറ്റി ആണ്. എല്ലാ ലൈബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 28,000 എന്ന് എഴുതുക. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 20,000 എഴുതി. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ച് നമ്മൾ എഴുതണം. കാരണം പർച്ചേസ് തന്നിട്ടുണ്ട്, പക്ഷേ ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ സെയിൽസിന് പറഞ്ഞോണം തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പറഞ്ഞത് കൊണ്ട് എന്തായാലും അവിടെ എന്തുണ്ടാവും? ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവും. പക്ഷേ എത്രയാണ് ക്യാഷ് പർച്ചേസ് എത്രയാണെന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ ഫുള്ളും എന്തായിട്ട് അസ്യൂം ചെയ്തു? ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ക്രെഡിറ്റേഴ്സ് കൂടും. ക്രെഡിറ്റേഴ്സ് കൂടണമെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ എമൗണ്ട് 3 lakhs എഴുതി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിലും വരും. ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സൈഡിലും വരും. ദെൻ ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്ന ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്രെഡിറ്റേഴ്സിന് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ഐറ്റം അത്രയ്ക്ക് കുറഞ്ഞു. കുറയണത് നമ്മൾ എന്താണ്? നമ്മൾ അവർക്കുള്ള ലൈബിലിറ്റികൾ കൊടുത്ത് തീർക്കുമ്പോഴാണ് ആ ലൈബിലിറ്റി കുറയുക. അതെന്താണ്? അപ്പോൾ അതിൻ്റെ പേര് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ബാലൻസിങ് ഫിഗറായ 3,08,000 എഴുതി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു. ഓപ്പണിംഗ് ക്ലോസിംഗ് പോസ്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് പർച്ചേസ് പോസ്റ്റ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. അപ്പോൾ എഴുതാം കാൽക്കുലേഷൻ ഓഫ് സാലറി പെയ്ഡ്. സാലറി ഇൻ ദ P&L അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 40,000 ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എന്താ തന്നിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ച? ബിഗിനിങ്ങിലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുക, എൻഡിലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യുക. അപ്പോൾ എഴുതാം ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ ബിഗിനിങ് 4,000 ആൻഡ് ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ് 6,000. അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 38,000 ആണ് എമൗണ്ട് കിട്ടുക. അതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ട സാലറിയുടെ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്. എത്ര രൂപയാണ്? 38,000 ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയതുകൊണ്ട് ബിഗിനിങ് ആഡ് ചെയ്യുക, എൻഡ് ലെസ് ചെയ്യുക. ആക്ച്വൽ എമൗണ്ട് നമ്മൾ എത്ര കിട്ടി? 38,000 നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കാം. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന റെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എഴുതാ കാൽക്കുലേഷൻ ഓഫ് റെൻറ്റ്. എത്രയാണ്? ആദ്യം എന്താ എഴുതേണ്ടത്? റെൻറ്റ് ഇൻ ദ P&L അക്കൗണ്ട്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റെൻറ്റ് എത്രയാണ്? 20,000 ആണ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് ആഡ് ചെയ്യുക, ബിഗിനിങ് ലെസ് ചെയ്യുക. അപ്പോൾ എഴുതാം ആഡ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡ് 6,000 ആൻഡ് പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ് 4,000. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്കുള്ള എമൗണ്ട് എത്ര കിട്ടും? 22,000 കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാൻ പാടുള്ളൂ? 22,000 ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരയ്ക്കേണ്ടത്. പ്രീപെയ്ഡ് ആയതുകൊണ്ട് എൻഡ് ആഡ് ചെയ്യുക, ബിഗിനിങ് ലെസ് ചെയ്ത് എമൗണ്ട് നമുക്ക് എത്ര കിട്ടി? 22,000 കിട്ടി. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സബ്സിഡിയറി അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. പെർട്ടിക്കുലർ എമൗണ്ട് എന്ന് എഴുതി. അതിലാദ്യം എന്തെന്ന് എഴുതാം? ഓപ്പണിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞോളാം നമ്മൾ എല്ലാ സെയിൽസും എന്തായിട്ട് എടുത്തത്? ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എന്തുണ്ടാവില്ല? ക്യാഷ് സെയിൽസ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. എന്തെന്ന് എഴുതിയാൽ മതി? രണ്ടാമത്തെ ഐറ്റമായ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എഴുതിയാൽ മതി. നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ടോ അവിടെ എന്തുണ്ടാവും? റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് എഴുതാം. നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 4,64,000 ആണ്. എന്നാൽ അതിനെക്കുറിച്ച് റോയൽറ്റി ഇൻകം ടാക്സ് റീഫണ്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് ഉള്ളോ. ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് എടുത്ത് എഴുതാം 4,64,000. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എഴുതാം. നേരത്തെ സെയിൽസിന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻ്റെ പർച്ചേസ് എന്തായിട്ട് എടുത്തത്? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അവിടെ എന്ത് വരുന്നില്ല? ക്യാഷ് പർച്ചേസ് വരുന്നില്ല. ദെൻ എ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അടുത്ത ഐറ്റം നമുക്ക് എഴുതാം പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 3,08,000 എഴുതി. അതാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് 3,08,000 എഴുതി.
ദെൻ സാലറി എത്രയാണ് 38,000 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതെഴുതി സാലറി എന്ന് പറഞ്ഞിട്ട് 38,000 എന്ന് എഴുതി. റെന്റ് എന്ന് പറഞ്ഞിട്ട് 22,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എഴുതി. ഓക്കെ, അത് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ വേറെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ് വരിക. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, സാലറി ആൻഡ് റെന്റ്, 3 എഴുതി. ദെൻ ടോട്ടൽ ചെയ്യുക, പുറത്തേക്ക് എടുത്ത് എഴുതുക. എത്ര കിട്ടും? 3,68,000 ആണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റും കിട്ടി, ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കണം. റെസിപ്റ്റിൽ നിന്ന് പേയ്മെൻറ്റ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96,000 ആണ് ഡിഫറൻസ് എമൗണ്ട് കിട്ടുക. അതാണ് നമ്മുടെ എമൗണ്ട് ആയിട്ട് വരിക. വേറെ ഇൻകം ടാക്സ് പെയ്ഡിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് അത് തന്നെയാണ് നമ്മുടെ എന്ത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് 96,000. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഏതെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബ്സിഡറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.